IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. മലപ്പുറത്ത് നിന്ന് സിനിമാ സ്വപ്നമല്ല, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. അത് കറക്റ്റാണ് ഇപ്പൊ എത്തിയിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് പറയാൻ പോകുന്നത്. അങ്ങനെ പറയിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല, ഉണ്ടല്ലേ? ഒരിക്കലും പറയില്ല. അപ്പം ഒരു ഇവിടെയായിരുന്നു, കൊച്ചിയിലായിരുന്നു ജോലി? ഞാൻ ഇവിടെയാണ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കൂട്ടത്തിൽ നമുക്ക് സിനിമ ആഗ്രഹങ്ങളുണ്ട്, മോഡലിംഗ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇനീഷ്യലി. ജോലിയുടെ കൂടെ തന്നെ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇപ്പോഴും അതെ, അതും ചെയ്യുന്നുണ്ട്, ഇതും ആഗ്രഹമാണ്, അങ്ങനെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ധ്യാൻ ഇവരൊക്കെ ഈ പറഞ്ഞ ഇന്റർവ്യൂവിലും സിനിമയിലും കണ്ട് പരിചയമാണല്ലോ. ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എല്ലാവരും എൻ്റെ അടുത്ത് ധ്യാനിൻ്റെ കൂടെ ഉള്ളൊരു പടമാണ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞപ്പോൾ തന്നെ എവറി ഡേ എല്ലാവർക്കും അപ്ഡേറ്റ്സ് വേണം. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ശരി, ഫ്രണ്ട്സിനാണെങ്കിലും ശരി, എങ്ങനെയാണ് സെറ്റില് എല്ലാവർക്കും കുഴപ്പമില്ല എന്നൊരു പ്രശ്നമില്ല. എപ്പോഴും വിളിച്ചു പറഞ്ഞല്ലേ? എത്ര ഭയമായിരുന്നു വീട്ടിൽ ധ്യാനിലൂടെ അഭിനയിക്കുമ്പോൾ? ഭയമല്ല, അവരൊക്കെ ഫാൻസാണ്, അതുകൊണ്ടല്ലേ? അതെ, എല്ലാവർക്കും ഫുൾ ടൈം കോമഡി പറയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് എന്തൊക്കെ കോമഡി പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലുള്ള രീതിയും ബ്രേക്കിന്റെ ഇടയിലുള്ള രീതിയും അതല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾ വേറെ രീതിയിലല്ലേ പെരുമാറുക. പക്ഷെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു ധ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 കോമഡി മാത്രം. ഇല്ല, അതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു സീൻ തന്നെ ജസ്റ്റ് ആ സീൻ എന്നെ ഓർമ്മിപ്പിക്കരുത്. റൊമാൻസ് ഒന്നും അല്ലായിരുന്നു, ഒരു ഇമോഷണലായിട്ട് ഉള്ളൊരു സീനായിരുന്നു. അപ്പം ഞങ്ങൾ ആ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ ആർദ്ര എന്ന് പറയുന്നു, നേരെ സീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഡയലോഗ് തന്നെ വരുന്നില്ലായിരുന്നു, ഒരു ഓർമ്മയില്ല. 2-3 ടൈം റീടേക്ക് പോയി ഞാൻ കൈയൊക്കെ പിടിച്ചിട്ടൊരു സീൻ ചെയ്തിരുന്നു, ഇങ്ങനെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട്. സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്നെ കുറച്ചധികം ദിവസം കാണാനിട്ട് ഞാൻ വന്ന് എവിടെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീൻ. അപ്പം അതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്ത സീൻ. അപ്പൊ എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ അല്ല, അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഇനീഷ്യലി ഉണ്ടായിരുന്നു. ടെൻഷൻ വേണ്ട, സ്വാമി സാർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരിക്കുന്ന അതല്ലേ ടെൻഷൻ? അതല്ലേ? അതും ടെൻഷനാണ്. സ്വാമി സാറിനെ പോലത്തെ ഒരാൾ ചെയ്യാൻ പോകുന്ന പടത്തില് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ, സാറും ഓക്കെ ആണോ? അപ്പോൾ അങ്ങനത്തെ കുറേ ടെൻഷൻസ് എനിക്കുള്ളിലുണ്ടായിരുന്നു. കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി എല്ലാവരുമായിട്ടൊന്ന് ഞാൻ കുഴപ്പമില്ല ചെയ്തു. പിന്നെ പാച്ച് ഷൂട്ട് വന്നപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പക്ഷെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അല്ല, വന്ന് പെട്ട കരങ്ങൾ എന്ന് വെച്ചാൽ സ്വാമി സാറിന്റെ കൂടെയാണ് ത്രൂ സിനിമയിൽ അത്രയും വലിയൊരു ആളുടെ കൂടെ സിനിമ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഭാഗ്യം. എത്രയോ പേര് ആ ഭാഗ്യത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവിടെ എത്തിയ താങ്കളിലേക്ക് തേടി എത്തിയെന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമല്ലേ? ആദ്യമായിട്ടൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ സാറിൻ്റെ കൂടെ, സാറിൻ്റെ സ്ക്രിപ്റ്റിൽ, സാറിൻ്റെ പടത്തിൽ എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ല, ഹൈദരാലിക്ക് ഒരു കാര്യം, ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് ചോദിച്ചു, ഇനി തിരിച്ചങ്ങോട്ട് സ്വാമി സാറിനോട് അഭിനയിക്കാൻ എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ഹൈദരാലിക്കൊക്കെ ആ ഭാഗ്യം കിട്ടി. ആ കഥാപാത്രത്തിന് ട്രാവലുണ്ട്. മലയാള ഭാഷ എന്ന് പറയുന്നത് സമ്പന്നമാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു തെറി എഴുതി കൊണ്ട് സംസാരിപ്പിച്ചു. ആ യാത്രയെ കുറിച്ചൊക്കെ എന്താ പറയാ? നമ്മുടെ അസോസിയേറ്റിനെ ഇവിടെ പിടിച്ചിരുത്തത് പതുക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ഒരു സുഹൃത്ത് തന്നെ പതുക്കെ അസോസിയേറ്റ് അവിടുന്ന് ഇപ്പുറത്ത് ഞാൻ ബോട്ടിലപ്പുറം ഒച്ചയ്ക്ക് പറയുന്ന പറഞ്ഞു. ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഫീലിംഗ്? ശരിക്കും ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്, എനിക്ക് ധ്യാനെ തെറി വിളിക്കാന്നുള്ള അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ആ സീനിലല്ല ഞാൻ പറഞ്ഞ പടത്തിൽ
അതും തെറി പറയാം. ഇത്ര സമ്പന്നമായ ഒരു ഭാഷയിൽ നിന്ന് തെറി തെറിയായിട്ട് പറഞ്ഞിട്ടില്ല. വളരെ ഈസിയായി ചെയ്തു പോയി. ഈസി ആയിട്ട് ലൈഫിൽ ഉള്ളതല്ലേ എന്തെങ്കിലും ഉദ്ദേശം. ആ ദൂരത്ത് തെറി പറയുന്നില്ലേ, ആ ദൂരത്ത് തന്നെ സാറപ്പുറത്ത് തെറി പറയുന്നുണ്ട്. പെട്ടെന്ന് തീർക്കണമെന്നാണോ ലൈറ്റ് ബോർഡ്? അത് സംസാരം തമിഴിലാണ് പറയണം. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്കൊന്ന് സാറ് എന്റെ മകനാണല്ലോ, കൃഷ്ണ അറിയാലോ. കൃഷ്ണനോട് പറഞ്ഞു அந்த மடையில யாருடா போட்டது, ஏன்டா அந்த பைத்தியக்காரன் அந்த கூப்பிടവനെ അങ്ങനെ എന്തോ പറയണവരെ ഞാൻ ഞാൻ ഒരിക്കലും കേൾക്കും. ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്, ഒരിക്കലും കേൾക്കില്ല. അത് ഞാൻ വെള്ളത്തിന്റെ അടി പോലും കേട്ടു. അപ്പൊ അതിന്റെ മുഴക്കം എന്താണെന്ന് മീനുകളൊക്കെ ചെതറി ഓടി. ലോങ് ഷോട്ടിലായിരുന്നു, ബോട്ടിനകത്ത് എന്തായിരുന്നു അല്ലേ. ഞാൻ ഒന്നും പറയണ്ടെന്ന് വെച്ചത്. കമലഹാസൻ, ശ്രീദേവി, ശോഭനയും മോഹൻലാലും പോലെ പോലെ നമ്മളൊരു കോമ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സംസാറിന്റെ സിനിമയിൽ എനിക്കും അഭിനയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ്. എത്രയോ പേരെ ചെറിയൊരു വേഷമാണെങ്കിൽ അത് ചെയ്യാൻ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും എനിക്ക് സംസാർ ഒരു ഇത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധം തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ കഥയൊന്നും കേട്ടില്ലായിരുന്നു. കേട്ടിരുന്നെങ്കിൽ ഞാൻ മാറ്റി പിടിച്ചായിരുന്നു. അപ്പം ഹാപ്പിയാണ് തീർച്ചയായും അല്ലേ? ഈ മണിക്കുട്ടിന്റെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ധ്യാനെ കുറിച്ചെന്ന് പറയും, മണിക്കുണ്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോമ്പിനേഷൻ ഉണ്ട്, കോമ്പിനേഷൻ കുറെ ഉണ്ടായിരുന്നല്ലോ. കംഫർട്ടബിൾ ആയിരുന്നു. പറഞ്ഞു ധ്യാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും ധ്യാന്റെ അടുത്ത് മാറിയോ? ധ്യാന്റെ അടുത്താണെങ്കിൽ ദിവസം 3 തൊട്ടായിരുന്നു, എനിക്ക് മിനിറ്റിനാണ്. ഇവിടെ കോമ്പിനേഷൻ ഇല്ലേ? സോങ് കട്ട്സ് അങ്ങനത്തെ ഇതില്ലേ. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ ഈ രണ്ടുപേരെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്. അങ്ങനെയല്ല, ഇന്നിപ്പോ വന്ന് ഇവിടെ പ്രമോഷൻ വരാണ് ധ്യാനുണ്ട് മണിക്കൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ? ഇല്ല, ഇക്ക ഉള്ളത് അറിഞ്ഞിട്ട് അവര് വന്നിട്ടുണ്ട് പുറത്തേക്ക്. കംപ്ലീറ്റ് കൗണ്ടർ ഗുരുവേ ഇന്ന് ഒക്കെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് വീട്ടുകാരെ വിളിച്ചോണ്ടാ വന്നത്. എന്തൊരു കൗണ്ടർ വന്നതല്ല അവര് വന്നു. പക്ഷെ ഇത് ഞാൻ തെളിയിക്കുന്നു. അയ്യോ, എത്ര വീട്ടുകാരുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കുന്നത്. മലപ്പുറത്തുകാരെ അടി അറിഞ്ഞു കേട്ടോ. അത് പേടിച്ചിരിക്കട്ടെ, എന്ത് പറയണമെന്ന് മനസ്സിലാകാത്ത നിലയിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മൾ പഠിച്ചത് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. സൈക്കോളജിസ്റ്റും കൂടി ആയിരുന്നു. അതാണല്ലോ ഡീൽ ചെയ്യുന്ന വിഷയം. സിനിമ അത് തന്നെയാണോ പറഞ്ഞു പോകുന്നത്? ഇവരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു കണ്ടു കഴിഞ്ഞാലല്ലോ നമുക്ക് അയാളുടെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ഇന്ററാക്ഷൻ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാരാണ്? നമ്മൾ വർക്ക് ചെയ്തു 3 പേരൊക്കെ നമ്മൾ വർക്ക് ചെയ്തു. ഇതില് നമ്മളൊരു ടെലിവിഷൻ ചാനലില് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകുന്ന നല്ലത് പറഞ്ഞാൽ മതി. ഒരാൾക്കാരെ പറ്റി എന്തെങ്കിലും നല്ലത് ഒരു വാക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഞങ്ങളെ നന്നാക്കണം, ഇമ്പ്രൂവ് ചെയ്യണം. അയ്യോ എന്റെ പൊന്നോ, ഇനി ഞാൻ പറഞ്ഞിട്ട് നന്നാവാനോ? ആരും പറഞ്ഞിട്ട് നന്നായി, ഞാൻ ഞാൻ കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് അവിടെ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ചും ഞാൻ കൃത്യമായി ചോദിച്ചിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ഇന്ററാക്ഷൻ, ഞങ്ങളുടെ കുറെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ മാറ്റം ഞാനായിട്ടുള്ള രീതിയിൽ കംഫർട്ടബിൾ ആണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ചേഞ്ച് ചെയ്താനേ എന്നുള്ള രീതിയിൽ? അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ മതിയല്ലേ? IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. Change ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.